ആഗോള അയ്യപ്പ സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ദേവസ്വം മന്ത്രി ബി എൻ വാസവൻ അധ്യക്ഷനാകും. 12 മണിവരെ ചടങ്ങ് നീളുമെന്നാണ് വിവരം. വിദേശത്തു നിന്നുൾപ്പെടെയുള്ള പ്രതിനിധികൾ സംഗമവേദിയിലെത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ പമ്പയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അയ്യപ്പ സംഗമത്തിന് പമ്പ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും, അല്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി നമുക്ക് ഇപ്പോൾ ഈ ലൈവ് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏതാനും നിമിഷങ്ങൾക്കകം ഭവ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സ്ഥലത്തെ പമ്പാതീരത്തെ ഈ VIP പവലിയൻ VIP ഏരിയയിൽ കൂടിയാണ് 22 ഗസ്റ്റുകൾക്ക് അകത്തേക്ക് പോകാൻ സാധിക്കുന്നത്. അവരെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി സ്വീകരിക്കാനായി ഇപ്പോൾ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ, ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കമുള്ളവർ, പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ മുഖ്യമന്ത്രി നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. മുഖ്യമന്ത്രി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുക. പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്കൊപ്പം SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കൂടി ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പമാണ് ഉള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരു കാറിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എത്തിയത് എന്നത് ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകതയായി കൂടി മാറുന്ന സാഹചര്യം നമ്മൾ ചേർത്ത് വെക്കണം. ആദ്യം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനൊപ്പം നിന്ന ഒരു സംഘടന കൂടിയാണ് SNDP. വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ദേവസ്വം ബോർഡിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഗമത്തിൽ കൂടി വളരെ കൃത്യമായ ഒരു സന്ദേശം കേരളത്തിൽ നൽകാൻ CPM, ദേവസ്വം ബോർഡ്, സർക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണിത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വരവ് തന്നെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളി നടേശന്റെ വരവ് എന്നുള്ളതും പ്രധാനമാണ്. എന്താണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്, ദേവസ്വം ബോർഡ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ വരവിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അല്പം മുമ്പാണ് NSSന്റെ പ്രതിനിധിയായി ശ്രീ സംഗീത് കുമാർ, തിരുവനന്തപുരം മേഖലയുടെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീ സംഗീത് കുമാർ അല്പം മുമ്പാണ് അകത്തേക്ക് പോയത്. അങ്ങനെ NSSനെയും SNDPയെയും വളരെ കൃത്യമായി തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം പുരോഗമിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. NSSനെയും SNDPയെയും വളരെ കൃത്യമായി തന്നെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു സർക്കാരിന് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി കാറിൽ തന്നെ ഈ പ്രദേശത്തേക്ക് ഈ സംഗമ സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഈ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, മന്ത്രി വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, മന്ത്രി KB ഗണേഷ് കുമാർ അല്പസമയത്തിനകം എത്തും. വീണ ജോർജും റോഷി അഗസ്റ്റിനും അകത്തേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ വളരെ പ്രൌഢഗംഭീരമായ ഒരു സദസ്സിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ സംഗമം, ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ വിശ്വാസികൾ, നേരത്തെ അവർക്ക് ഒരു ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3500ഓളം പേർ ഈ സ്റ്റേജിനുള്ളിൽ ഡെലിഗേറ്റ്സായി എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് സർക്കാരും മറ്റും അറിയിച്ചിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക സ്വീകരണം ഇതിന്റെ മുൻ കവാടത്തിൽ ഒരുക്കി തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഈ അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമമായി ഇതിനെ മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത്. 3 സെഷനുകളായി തിരിഞ്ഞുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം വൈകുന്നേരത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നമുക്ക് പോകാം എന്നും കരുതാം. ഭവ്യ, അതാണ് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് ഒരേ വാഹനത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക്, അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് മുഖ്യമന്ത്രിയോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ എത്തിയതെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും.
ശബരിമല വികസനം മാത്രമാണ് മുന്നിലുള്ള അജണ്ട എന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് KPM സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞത്. യുവതീ പ്രവേശനത്തിനെതിരെ സർക്കാർ നിൽക്കുമെന്ന ആശങ്ക ഇപ്പോഴില്ല. ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങളൊക്കെ അനാവശ്യമാണെന്നും അനവസരത്തിലുള്ള ചർച്ചകൾ ആണെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ കാര്യത്തിലൊരു വ്യത്യാസം വന്നപ്പോൾ മാറി നിൽക്കുമെന്നൊരു ഇല്ല, ഒന്നുമില്ല. അത് ചില ആശയപരമായ കാര്യങ്ങൾ ഉള്ള അഭിപ്രായ വ്യത്യാസമാണ് പറഞ്ഞത്. പക്ഷേ വികസനത്തിലൂന്നിയുള്ള ഒരു സംഗമം എന്ന നിലയിലേക്ക് മാറിയപ്പോൾ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. സുപ്രീംകോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തെക്കുറിച്ചൊരു മറുപടി സർക്കാർ പറയുന്നില്ല. ഇപ്പോഴും അതിലൊരു അല്ല, നമ്മളിപ്പോ അതൊരു അനവസരത്തിലെ ചർച്ചയാണ്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോ ശബരിമലയുടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺക്ലേവ്, ഒരു സംഗമം എന്ന നിലയിലാണ് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. താങ്കൾ അന്നൊരു ആശങ്ക പറഞ്ഞിരുന്നുവല്ലോ, കാരണം ഈ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ളൊരു വ്യതിചലനം ഉണ്ടാകുന്നുണ്ട് സർക്കാർ. അല്ല, അതൊക്കെ ആ ഘട്ടത്തിൽ പറഞ്ഞതല്ലേ. ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ അനവസരത്തിലായിരുന്നു, അത് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സംഘം എന്ന നിലയിലാണ് അതിന് പിന്തുണയ്ക്കുകയും പങ്കെടുക്കുന്നു. അത് തീർച്ചയായിട്ടും അത് എന്റെ സാന്നിധ്യത്തിൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ല. എന്നെ ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞിരുന്നില്ല. അതായത് നിലപാടിൽ മാറ്റമില്ല, യുവതി പ്രവേശനം അല്ല, വികസനത്തിലൂന്നിയുള്ള ഒരു സംഗമം എന്ന നിലയിലാണ് ഈ വളരെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തത്. 22-ന് ഒരു സംഗമം നടക്കുന്നുണ്ട് പന്തളത്ത്. അതിൽ പങ്കെടുക്കുമ്പോൾ അതിന് പിന്തുണയുണ്ടോ? ഇല്ലല്ല, അങ്ങനെയില്ല. അതിപ്പോ സർക്കാർ സംഘടിപ്പിക്കുന്ന, ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു പൊതു താല്പര്യമുള്ള പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കേട്ടില്ല. അത് അവരുടേതായ നിലപാടുകൾ ഉണ്ടാവുമല്ലോ.